ഹായ് ഫ്രണ്ട്സ്, ഇനി ഞാൻ നിങ്ങളായിട്ട് ഷെയർ ചെയ്യുന്നത് നല്ല ഈസി ആയിട്ടുള്ളൊരു ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പിയാണ്. ഇത് നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്തൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന, വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു പൊറോട്ടയാണ് കേട്ടോ. വളരെ കുറഞ്ഞ എണ്ണ മാത്രം മതി നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട്. അപ്പോൾ ഇതെങ്ങനെ നോക്കിയാലോ. ആദ്യം തന്നെ ഞാനിവിടെ ഒരു ബൗളിൽ കുറച്ച് ആട്ടപ്പൊടി എടുത്ത് വെച്ചിട്ടുണ്ട്. അളന്നെടുക്കേണ്ട ആവശ്യമൊന്നുമില്ല, ഏത് അളവിലും നമുക്ക് ചെയ്യാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കുന്നുണ്ട്. ഉപ്പ് ചേർത്തിട്ടൊന്ന് മിക്സ് ചെയ്യാം. അപ്പോൾ തവിടുള്ള ഗോതമ്പ് പൊടിയാണെന്നുണ്ടെങ്കിൽ നിങ്ങളൊന്ന് അരിച്ചിട്ടെടുക്കുക കേട്ടോ. ഇനി ഇതിലേക്ക് നമ്മൾ സാധാരണ പച്ചവെള്ളം ഒഴിച്ചിട്ട് ചപ്പാത്തി മാവൊക്കെ കുഴച്ചെടുക്കുന്ന പോലെ ഒന്ന് കുഴച്ചെടുക്കണം. ചപ്പാത്തി മാവിൻ്റെ അത്രയും ടൈറ്റായിട്ട് കുഴക്കണ്ട കേട്ടോ. കുറച്ച് വെള്ളം കൂട്ടി ഇട്ട് നമ്മൾ കുറച്ച് ലൂസായിട്ടൊന്ന് കുഴച്ചെടുത്താൽ മതി. എന്നാലും നമുക്ക് പരത്തിയെടുക്കാനൊക്കെ വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ കുറേശ്ശെ വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ ഇത് സാധാരണ പച്ചവെള്ളം തന്നെയാണ് ഒഴിച്ചിട്ടുള്ളത് കേട്ടോ, ചൂടുവെള്ളമൊന്നുമല്ല. ഇനി നമുക്കിത് കൈ വെച്ചിട്ടൊന്ന് കുഴച്ചെടുക്കാം. ഇപ്പോൾ ഒരു ചപ്പാത്തി ഉണ്ടാക്കുന്ന അത്രയും ടൈം തന്നെ നമുക്കിതിനും ആവശ്യമായിട്ട് വരുന്നുള്ളൂ. ഒരു കുറച്ച് ഓയിലും കൂടെ ഒഴിച്ചിട്ട് ഒന്നുകൂടെ ഒന്ന് കുഴച്ചെടുക്കുന്നുണ്ട്. ഓയിലിന് പകരം വെളിച്ചെണ്ണ അല്ലെങ്കിൽ ബട്ടറോ നെയ്യോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. ഇനി നല്ലപോലെ ഒന്ന് കുഴച്ചിട്ട് നമുക്ക് ഒരു 5 മിനിറ്റ് ഒന്ന് മാവ് റെസ്റ്റ് ചെയ്യാനായിട്ട് മാറ്റി വെക്കാം. അപ്പോൾ ഒരു 5 മിനിറ്റിന് ശേഷം നമുക്കിതുപോലെ ഉരുളകളാക്കിയിട്ടൊന്ന് മുറിച്ചെടുക്കാം. അപ്പോൾ ചെറുതോ വലുതോ എന്നൊക്കെ ഉള്ളത് നമ്മളുടെ ഇഷ്ടം പോലെ ചെയ്യാം കേട്ടോ. അപ്പോൾ നമ്മൾ കറിയൊക്കെ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ കറി ഉണ്ടാക്കുന്നതിനൊക്കെ മുമ്പായിട്ടൊന്ന് മാവ് കുഴച്ച് വെച്ചാൽ അതിനായിട്ട് പ്രത്യേകിച്ചൊരു സമയം കളയേണ്ട ആവശ്യമൊന്നും ഉണ്ടാവില്ല. ഇനി നമുക്കിത് ഓരോന്നായിട്ട് കൗണ്ടർ ടോപ്പിലോ അല്ലെങ്കിൽ ചപ്പാത്തി പലകയിലോ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് പരത്തിയെടുക്കാം. അപ്പോൾ പരത്തിയെടുക്കുന്ന സമയത്ത് എണ്ണ തൊട്ടിട്ട് വേണം, ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും ആയാലും തൊട്ടിട്ട് വേണം നമ്മളിതുപോലെ പരത്തിയെടുക്കാൻ. നെയ്യോ ബട്ടറോ ഒക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം കേട്ടോ. വളരെ കുറച്ച് മാത്രം മതി. അപ്പോൾ നല്ല പോലെ കനം കുറച്ചിട്ടൊന്ന് പരത്തിയതിന് ശേഷം ഒരു കത്തി വെച്ചിട്ട് 2 ഭാഗത്തുനിന്നും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. മുഴുവനായിട്ട് മുറിച്ചെടുക്കണ്ട, ഒരു അറ്റത്തുനിന്ന് ഇങ്ങനെ പകുതി വരെ ഒന്ന് കട്ട് ചെയ്തെടുക്കുക. എന്നിട്ട് ഒന്നും കൂടെ കുറച്ച് ഓയിലൊന്ന് സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിതുപോലെ ഒന്ന് മടക്കി കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നല്ല ലെയറുകളായിട്ട് നിങ്ങൾക്ക് കിട്ടും കേട്ടോ. അപ്പം മാവ് നമ്മൾ ചുരുട്ടിയെടുക്കുന്നതിന് പകരം ഇതുപോലെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വളരെ എളുപ്പത്തിൽ ചെയ്യാനും പറ്റും. അതുപോലെ തന്നെ നല്ല ലെയറുകളായിട്ട് കിട്ടും ചെയ്യും. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ കൈ വെച്ചിട്ട് പരത്താൻ ബുദ്ധിമുട്ടുണ്ടെന്നുണ്ടെങ്കിൽ ചപ്പാത്തിക്കോല് വെച്ചിട്ട് തന്നെ പരത്തിയെടുത്താൽ മതി. നമ്മളിതിൽ ഇങ്ങനെ പരത്തിയെടുക്കുന്ന സമയത്ത് മാത്രമേ നമുക്കിത് ഓയിലിൻ്റെ ആവശ്യം വരുന്നുള്ളൂ. അല്ലാണ്ട് സാധാരണ പൊറോട്ട ഉണ്ടാക്കുന്ന പോലെ കുഴക്കുമ്പോഴും അല്ലെങ്കിൽ നമ്മൾ ചുരുട്ടി വെച്ചിട്ടൊന്നും നമ്മളിത് ഓയിലിൽ നന്നായിട്ട് ഓയിലാക്കിയിട്ടല്ല നമ്മൾ വെക്കാറുള്ളത്. അങ്ങനെയൊന്നും ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് തന്നെ ഞാൻ പറഞ്ഞല്ലോ, നോമ്പ് തുറക്കുന്ന സമയത്തേക്കൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയാണ്. ഒരുപാട് ഓയിലൊന്നും ഇല്ലാണ്ട് അതുപോലെ ഒരുപാട് സമയം നമുക്ക് ആവശ്യമില്ല. അപ്പോൾ ബാക്കിയെല്ലാം ഇതുപോലെ തന്നെ ഞാൻ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ ഒരു കത്തിയോ കട്ടറോ എന്തെങ്കിലും വെച്ചിട്ട് സൈഡിൽ നിന്നൊന്ന് മുറിച്ചെടുത്താൽ മതി. മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്യേണ്ട. എന്നിട്ട് ഇതുപോലെ ഇങ്ങനെ ഓരോ ഭാഗങ്ങളിങ്ങനെ ഉള്ളിലേക്കാക്കിയിട്ട് ഇങ്ങനെ മടക്കി കൊടുക്കുക. ആ ഒരു സമയത്തൊക്കെ കുറച്ച് ഓയിലൊന്ന് തേച്ച് കൊടുക്കുക കേട്ടോ. ഓരോ ലെയറിലും കുറച്ച് ഓയിലൊന്ന് നമ്മുടെ കയ്യിലാക്കിയിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ എല്ലാം നമുക്കിതുപോലെ തന്നെ ചെയ്യാം. അപ്പോൾ ഞാൻ മുഴുവനായിട്ടൊന്നും കാണിച്ചിട്ടില്ല. ഇങ്ങനെ ചെയ്ത് വെച്ചിട്ട് വീണ്ടും നമ്മൾ കുറച്ച് സമയം കൂടെ ഒന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണ്ട കേട്ടോ. എല്ലാം ഇതുപോലെ ചെയ്തതിന് ശേഷം ഓരോന്നായിട്ട് നമുക്കിതുപോലെ കൈ വെച്ചിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ ഇതൊരു സ്ക്വയർ ഷേപ്പിലുള്ള പൊറോട്ടകളാണ്. അപ്പോൾ നമുക്ക് റൗണ്ട് ഷേപ്പിലാണെന്നുണ്ടെങ്കിലും അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മൾ റൗണ്ടായിട്ട് തന്നെ ചുരുട്ടിയിട്ട് അങ്ങനെ ചെയ്താൽ മതി. എന്നാലും നമുക്ക് വളരെ കുറച്ച് എണ്ണ മാത്രം മതി കേട്ടോ. ഇനി നമുക്കിത് ഓരോന്നായിട്ട് തവയിലിട്ടിട്ട് സാധാരണ നമ്മൾ പൊറോട്ടയൊക്കെ ചുട്ടെടുക്കുന്ന പോലെ ചുട്ടെടുക്കുക. ഈ ഒരു സമയത്ത് നിങ്ങൾ ഒരുപാട് ഓയിൽ സ്പ്രെഡ് ചെയ്യുകയൊന്നും ആവശ്യമില്ല. നമ്മൾ നേരത്തെ തേച്ചിട്ടുള്ള ഓയിൽ മാത്രം മതി. നമുക്ക് ഒരു ഭാഗം ചെറുതായിട്ടൊന്ന് ചൂടായി വരുന്ന സമയത്ത് തിരിച്ചിടുക. അങ്ങനെ തിരിച്ചു മറിച്ചിട്ടിട്ട് നല്ല പോലെ നമുക്കിത് വേവിച്ചെടുക്കുക. പൊറോട്ട ഉണ്ടാക്കുന്ന സമയത്ത് ഒരുപാട് മൊരിച്ചെടുക്കരുത് കേട്ടോ. അപ്പോൾ പൊറോട്ടയുടെ ആ ഒരു സോഫ്റ്റ്നെസ് പോവും, അതുകൊണ്ടാണ്. അപ്പോൾ ആ ഒരു പാകത്തിന് നമ്മൾ കുക്കാക്കി എടുത്താൽ മതി. അപ്പോൾ നേരത്തെ ഞാൻ ഗോതമ്പ് പൊറോട്ടയുടെ റെസിപ്പീസ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾ ഓയിലിൽ മുക്കി വെച്ചിട്ടാണ് ചെയ്തിട്ടുണ്ടായിരുന്നത് കേട്ടോ. അപ്പോൾ അതിനപേക്ഷിച്ച് നമുക്ക് വളരെ കുറഞ്ഞ ഓയിലിൽ ചെയ്യാൻ പറ്റുന്ന നല്ലൊരു പൊറോട്ടയാണ്. അതുപോലെ വളരെ എളുപ്പത്തിലും ചെയ്യാൻ പറ്റും. വെറും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റൊക്കെ മാവ് റെസ്റ്റ് ചെയ്താൽ മതി. അതിൽ കൂടുതൽ റെസ്റ്റ് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനി കൂടുതലായിട്ട് നിങ്ങൾക്ക് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ കൂടുതൽ വെക്കുകയും ചെയ്യാം, കുഴപ്പമൊന്നുമില്ല. വളരെ കുറഞ്ഞ സമയമാണ് മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ വെറും 5 മിനിറ്റ് വെച്ചാലും നമുക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള സോഫ്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ തിരിച്ചും മറിച്ചൊക്കെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ ബാക്കിയുള്ള പൊറോട്ടയൊക്കെ നമുക്കിതുപോലെ തന്നെ പരത്തിയിട്ട് ചുട്ടെടുക്കാം. അപ്പോൾ മുഴുവനായിട്ടൊക്കെ കാണിക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരുപാട് ടൈം വേസ്റ്റ് ആയി പോകും കേട്ടോ. അതുകൊണ്ടാണ്. അപ്പോൾ എല്ലാം ഇതുപോലെ തന്നെ ചുട്ടിട്ട് നമുക്കിത് ചൂടോട് കൂടി സെർവ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ
നമുക്ക് നോമ്പ് തുറക്കുന്ന സമയത്ത് കഴിക്കാൻ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പൊറോട്ട പെട്ടെന്ന് തന്നെ റെഡിയാക്കി എടുക്കാം. ഇത് നമുക്ക് ഇറച്ചിക്കറിയുടെ കൂടെ അതുപോലെ ചിക്കൻ്റെ കൂടെ, അതായത് വെജിറ്റേറിയൻസ് ആണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും വെജ് കറിയുടെ കൂടെ ഒക്കെ നിങ്ങൾക്ക് സെർവ് ചെയ്യാം. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുക കേട്ടോ. നല്ല ലെയറുകളായിട്ടാണ് ഉൾഭാഗം ഉണ്ടാവുക, നല്ല സോഫ്റ്റാണ്, കഴിക്കാനും നല്ല ടേസ്റ്റാണ്. അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ അറിയിക്കുക. അതുപോലെ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. അതുപോലെ യൂസ്ഫുൾ ആണെങ്കിൽ നിങ്ങൾ ഷെയർ ആക്കാനും മറക്കരുത്. മാക്സിമം സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ നല്ല നല്ല റെസിപ്പികളൊക്കെ ആയിട്ട് നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ഓക്കേ.